ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മാസത്തേക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയതാണ് കേട്ടോ കാണിക്കണേ. ഇത് ശരിക്കും ഞങ്ങൾക്ക് ഇത് ഇത്രയും മതിയാവുമെന്ന് ചോദിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മാസം ഇത്രയും സാധനം വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ ഇതാ 3556 രൂപയായിട്ടുണ്ട്. അതിൽ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള എമൗണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ മയ്യിലുള്ള മക്ക ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത്. ഇപ്പം എല്ലാ സാധനത്തിനും നല്ല വിലയല്ലേ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ അരി കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് മാത്രമല്ല, ഞങ്ങൾ റേഷൻ അരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റേഷൻ ഞങ്ങൾക്ക് 6 കിലോയാണ് ഒരു മാസം ഒരു മാസത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് കേട്ടോ ഈ നൂർജഹാൻ അരി. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് 43 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 5 കിലോ അരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ റേഷൻ അരിയും കൂടി ആകുമ്പോൾ മതിയാവും ഞങ്ങൾക്കിത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പച്ചരി വാങ്ങി. പച്ചരി ആണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെയുള്ള പൊടി. അപ്പോൾ പൊടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാമല്ലോ. അപ്പോൾ പൊടിപ്പിക്കുമ്പോഴത്തേക്ക് പാക്കറ്റ് പുട്ടുപൊടിക്ക് 1/2 കിലോയ്ക്ക് തന്നെ കണ്ട് 42 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ചരി വാങ്ങി പൊടിപ്പിച്ചാൽ കുറച്ച് ലാഭം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് പച്ചരി വാങ്ങിയത്. അപ്പോൾ പച്ചരി 5 കിലോ വാങ്ങിയിട്ടുണ്ട്. ഇനി റേഷൻ കടയിൽ നിന്നും കൂടി പച്ചരി നമുക്ക് കിട്ടാനുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് 1.5 കിലോ പച്ചരിയാണ് കിട്ടിയത്. ഈ മാസം എത്ര കിട്ടുമെന്ന് അറിയില്ല, 1.5 ആയിരിക്കും. നമ്മളിതാ 15 മുട്ട വാങ്ങിയിട്ടുണ്ട്. കാട മുട്ട 10 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങി ഇതാണ് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പൊട്ടിക്കും. പിന്നെ ഇതാ ഹാർപ്പിക്ക്, ഇത് ലൈസോൾ, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി. ഇത് ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, പാത്രം കഴുകുന്ന ലിക്വിഡ്. ഇത് ഞങ്ങൾ വാങ്ങാറില്ല, ഞങ്ങൾ സോപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. പ്രില്ലിൻ്റെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ അലക്കുന്ന സോപ്പ് വാങ്ങി. അലക്കുന്ന സോപ്പ് ഇതാണ്, ബാർ സോപ്പാണ് ഉപയോഗിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബ്രഷ് വാങ്ങി. ഞങ്ങൾ രണ്ടുപേരും ബ്രഷ് ഒരു പരിവായിട്ടല്ലേ, അതുകൊണ്ട് പുതിയ ബ്രഷ് വാങ്ങി. ഇതിന് 50 രൂപ, 3 ബ്രഷിന് 50 രൂപയ്ക്ക് കിട്ടി. പിന്നെ ഹാർപ്പിക്ക് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കോൾഗേറ്റ്, പാരച്യൂട്ട്. ഇത് പാരച്യൂട്ടൊക്കെ എന്താ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് 252 രൂപ എന്തോട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ച് വെളിച്ചെണ്ണ വാങ്ങിച്ചാലും മുതലാവത്തില്ല, ചിലപ്പോൾ ഞാനെടുത്ത് കറക്കി ഒഴിക്കും. അപ്പോൾ അതുകൊണ്ട് തലയിൽ തേക്കാനായിട്ട് ഇപ്രാവശ്യം പാരച്യൂട്ടാണ് വാങ്ങിയത്. പിന്നെ കോൾഗേറ്റ് 20 രൂപയുടെ 2 കോൾഗേറ്റ് വാങ്ങി. വീട്ടിലേക്ക് മോന് കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇത് ശരിക്കും ഞാൻ എടുക്കട്ടെ. റസ്ക് വാങ്ങി. വയനാട്ടിലുള്ള 50-50 ബിസ്ക്കറ്റ് വാങ്ങി. ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. ഓനിപ്പോൾ പനിയാണ്, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാങ്ങി. പിന്നെ ഗുഡ്ഡാൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് തൈര് ആവുള്ളൂ. പിന്നെ റവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റവയ്ക്ക് 26 രൂപ. ഇത് 1/2 കിലോ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളതാണ് ചോളത്തിൻ്റെത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാക്കറ്റ് കൂടി ഉണ്ട്, ഇതിനകത്ത് കാണുന്നില്ല. പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളി, വെളുത്തുള്ളി, 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര, ഒരു മാസത്തേക്കുള്ള പഞ്ചസാരയാണ്. ഇത് 2 കിലോ പഞ്ചസാരയുണ്ട്, 2 കിലോ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ തേങ്ങ അവിടെയുള്ള തേങ്ങ അത്ര പോരാ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു തേങ്ങയെ വാങ്ങിച്ചുള്ളൂ, നാളത്തേക്കുള്ള തേങ്ങ മാത്രം വാങ്ങിച്ചുള്ളൂ. തേങ്ങ ഇനി അല്ലാണ്ട് പുറത്തുനിന്ന് ഏതെങ്കിലും പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കണം. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഇത് മാനൂട്ടിനുള്ള ബിസ്ക്കറ്റാണ്. ഇത് കുറച്ച് ബേക്കറി ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ 2 സൺറിച്ചിൻ്റെ സൺഫ്ലവർ ഓയിൽ വാങ്ങി. ഇത് 1 ലിറ്ററിനാണ്, ഇത് 2 ലിറ്റർ അല്ലേ. മൊത്തം 2 ലിറ്റർ വാങ്ങി. ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് ഇത് മതിയാവും. ഇതിൽ കൂടുതൽ ഓയിൽ ഉപയോഗം ഇവിടെ ഉണ്ടാവാറില്ല. പിന്നെ അടുത്ത പാക്കറ്റിൽ മല്ലി വാങ്ങിച്ചു. 1/2 കിലോ മല്ലി വാങ്ങിയിട്ടുണ്ട്. ഇതിന് 57 രൂപയായി കേട്ടോ മല്ലിക്ക്. ഇത് പൊടിക്കാൻ മുളക് കഴിഞ്ഞ മാസം വാങ്ങിച്ച് വെച്ചായിരുന്നു അമ്മയൊക്കെ. അപ്പോൾ അത് ഞങ്ങൾ പൊടിപ്പിച്ചില്ല. അത് 1 കിലോ ഇരിപ്പുണ്ട്. അപ്പോൾ അതും മല്ലിയും
പച്ചരി മുളകും കൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് പൊടിപ്പിക്കണം. പിന്നെ ഉഴുന്ന് വാങ്ങിച്ചു, 1 കിലോ ഉഴുന്ന് വാങ്ങിയിട്ടുണ്ട്. 1 കിലോ ഉഴുന്നിന് 144 രൂപയാണ് ആയിട്ടുള്ളത്. ഗ്രീൻ പീസിൻ്റെ വെള്ളയാണ് കേട്ടോ. ഇത് ഇതുവരെ ഞങ്ങൾ വാങ്ങിക്കാത്തൊരു സാധനമാണ്. ഇതിന് 29 രൂപയാണ് കേട്ടോ. അതായത് കിലോ ആണ് കേട്ടോ. 1/2 കിലോയ്ക്ക് 29 രൂപയായത്. ആട്ട വാങ്ങിച്ചു. ആട്ട 2 കിലോ ആട്ട വാങ്ങിയിട്ടുണ്ട്. ആട്ട ഞങ്ങൾ ഉപയോഗിക്കൽ കുറവാണ്. വല്ലപ്പോഴൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പം ഇതും ധാരാളമാണ് ഞങ്ങൾക്ക്. ഇവിടെ അധികവും പുട്ടും അങ്ങനത്തെ സാധനങ്ങൾക്കാണ് ചിലവ്. ചോളം ഞാൻ നേരത്തെ കാണിച്ചില്ല, 1 പാക്കറ്റ് കൂടി വാങ്ങിയിട്ടുണ്ട്. 2 പാക്കറ്റ് വാങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മെയിൻ സാധനമാണ് ചെറുപയർ. ഇവിടെ എല്ലാ ദിവസവും രാത്രിയിൽ കഞ്ഞിയായിരിക്കും. അപ്പോൾ കഞ്ഞിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വാങ്ങി. ചെറുപയർ 1 കിലോയ്ക്ക് 128 രൂപയുണ്ട്. കടല വാങ്ങി. കടലയ്ക്ക് വരുന്നത് 1/2 കിലോയ്ക്ക് 71 രൂപയായിട്ടുണ്ട്. ചേന, പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ്. ചേനയ്ക്ക് 1/2 കിലോയ്ക്ക് 1/2 കിലോ ഉള്ളൂ, 37.86 രൂപ ഈ ഒരു പീസിന്. ഇത്രയും പീസിന് പാക്കറ്റ് ഉണ്ട്. അതെന്താ നോക്കാം നമുക്ക്. ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ല, ഇതൊക്കെ മതിയാവും. ഞങ്ങൾ ആർഭാടമായിട്ടുള്ള കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല. പിന്നെതാ ഇത് പുട്ടുപൊടി, ചോളം പുട്ടുപൊടി. ഇത് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ചിക്കൻ മസാല, ഇത് അവരുടെ തന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തന്നെ മസാലയാണ്. ലൂസ് വാങ്ങിക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇതിട്ട് ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ വെല്ലം, ശർക്കര എന്ന് പറയുന്നത് വെല്ലം വാങ്ങി. വെല്ലത്തിന് 29 രൂപ, 1/2 കിലോയ്ക്ക് 29 രൂപ. പിന്നെ 2 പാക്കറ്റ് ഉപ്പ് വാങ്ങി. ഉപ്പുണ്ട്. സോയ ചങ്ക്സ് അതിൻ്റെ ചെറുത് അത് വാങ്ങി. പിന്നെ വാങ്ങിയത് വെള്ളം തിളപ്പിക്കുന്ന ദാഹശമനി, അത് KP നമ്പൂതിരീസിൻ്റെയാണ്. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ തേയില വാങ്ങി, AVT പ്രീമിയം. ഈ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്, പൈനാപ്പിൾ. അപ്പോൾ ഇത് 1,400 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 117 രൂപയായി ഒരൊറ്റ പൈനാപ്പിളിന്. ഉരുളക്കിഴങ്ങ് വാങ്ങി കേട്ടോ. ഉരുളക്കിഴങ്ങ് അവിടെ എത്രയായിരുന്നു? 1 കിലോയ്ക്ക് 40 രൂപ. പച്ചക്കറിയൊക്കെ ഞങ്ങൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അധികം സാധനമൊക്കെ വാങ്ങിക്കൽ കുറവാണ്. കാരണം മീനും വാങ്ങുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടി വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. പച്ചക്കായി വാങ്ങിച്ചു. ഇതിന് 37 രൂപയായി ഇത്രയത്തിന്. പിന്നെ ഒരു പടവലങ്ങ വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് 2 മാങ്ങയുണ്ട്, 4 ക്യാരറ്റ് ഉണ്ട്, ഒരു 5 ചെറുനാരങ്ങയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ടോട്ടൽ 100 രൂപയുടെ സാധനമാണ് ഈ കാണുന്ന ഇത്രയും സാധനം. പിന്നെ മത്തങ്ങ വാങ്ങി. മത്തങ്ങയ്ക്ക് 11 രൂപ, 16 രൂപ തണ്ണിമത്തൻ. പിന്നെ ഉള്ളി വാങ്ങിച്ചു, സവാള വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അല്ലേ ഇത്രയും സാധനത്തിനാണ് 3000 എത്രയും ഞാൻ പറയാം 3556 രൂപയായി ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് മതി, ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ആക്കി ജീവിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ 3500 രൂപ ഉണ്ടെങ്കിൽ എന്തെല്ലാം സാധനം വാങ്ങിക്കാം. പണ്ട് വേണ്ടെങ്കിൽ ഒരു അടുത്ത കാലം വരേക്കും ഇത്രയും വിലയൊന്നും ഇല്ലായിരുന്നല്ലോ സാധനങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ശരിക്കും 3000 രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ സാധനം വാങ്ങിച്ച സമയമുണ്ട്. നിറച്ച് വിശേഷം ആൾക്കാരൊക്കെ ഇവിടെ ക്രിസ്മസിനും അങ്ങനെയൊക്കെ ഒരുങ്ങുന്ന സമയത്ത് അല്ലേ, ഓണത്തിനും ക്രിസ്മസിനും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ പൈസേൻ്റെ സാധനം വാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാസം കഴിയാൻ തന്നെ തികയുമെന്ന് അറിയത്തില്ല. അങ്ങനെ 4000 രൂപയ്ക്ക് ഒരു മാസം മൊത്തം കഴിയും. അതെ. ഇപ്പം ഇതിനിപ്പോൾ കൂടാണ്ട് ഇനി മീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ. ഇതിനിടയ്ക്ക് ഇനി തേങ്ങ വാങ്ങിയിട്ടില്ല, തേങ്ങയൊക്കെ വാങ്ങണം. ഇടയ്ക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പച്ചക്കറി വാങ്ങണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് ജീവിതം 2 സൈഡിലും കൂടി കൂട്ടിമുട്ടിക്കാനുള്ള പാടാണ്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഒരു മാസത്തേക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഉള്ളൂ. ഓക്കെ, ബൈ.